മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്ന് ഒരു വൈറൽ കുട്ടി കാണാൻ വന്നു. ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഇതേ നോക്കിയേ, ഒരു കുഞ്ഞ് കാണാൻ വരുമ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്ത പല ചാപ്പകളുമുണ്ടല്ലോ, ധാർഷ്ട്യം, ധിക്കാരം, ഇത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയെന്ന് പ്രചരിപ്പിക്കുന്ന ടീംസ്. പക്ഷെ ഈ ദൃശ്യമോ, ആ ചിരിയോ, അദ്ദേഹത്തിന്റെ ആ ലഘു സംഭാഷണമോ എന്നും നിങ്ങളെ കാണിക്കത്തില്ല. അതിനെ നിങ്ങൾ രാഷ്ട്രീയമെന്നും പറയരുത്. വേണമെങ്കിൽ പച്ച മലയാളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന് പറയാം. ഇനി ആരാണ് ആ കുട്ടി എന്നറിയോ? ഈ അടുത്ത ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കുവച്ച ഒരു ഉത്തരപേപ്പർ, ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന് കുറിച്ചൊരു വാക്കും അതിലൂടെ കേരളം ആഘോഷിച്ച ആ കുരുന്ന്, അതായത് തലശ്ശേരി ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ അഹാൻ, അദ്ദേഹമാണ് ഓണപരീക്ഷയോടനുബന്ധിച്ചുള്ള ഉത്തരപേപ്പറിൽ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നുള്ളൊരു മാനദണ്ഡം എഴുതുകയും ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അവന്റെ ആ ചിന്താശേഷി കേരളം വലിയ തോതിൽ ആഘോഷിക്കുകയും ചെയ്തു. ആ കുട്ടിയാണ് ഇന്നിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ വന്നത്. കണ്ടല്ലോ, എത്ര ഹൃദ്യമായിട്ടുള്ള ദൃശ്യമാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ അദ്ദേഹത്തെ കാണാൻ വന്ന കുട്ടിയെ കാണുന്നു, കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നു, ഒരു ചെറിയ ലഘു സംഭാഷണം ഒരു അപ്പുപ്പൻ എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിയോട് നടത്തുന്നുണ്ട്. അവനും അതിൽ ഹാപ്പിയായി തിരികെ പോകുന്നുണ്ട്. മനോഹരമായ ഒരു കാഴ്ചയാണ്. എല്ലാ ചാനലുകൾക്കും സംപ്രേഷണം ചെയ്യാൻ പറ്റുന്ന വാർത്തയുമാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന പല കഥകളും പാളിപ്പോകത്തില്ലേ? ഇന്നലകളിൽ ഞങ്ങളുടെ കൈവശം മാത്രം ക്യാമറ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾ മാത്രമാണ് വാർത്തകൾ സൃഷ്ടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഉള്ളിലെ ഇടതുപക്ഷ വിരോധം, പിണറായി വിരോധം, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് കാത്തുനിന്നും കരുതിക്കൂട്ടിയും ഞങ്ങളെടുത്ത വീഡിയോകൾ, വ്യക്തിക്കെതിരെ കഥ മെനയാൻ വേണ്ടി ചിത്രീകരിച്ച ചിത്രങ്ങൾ, ഇതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്താണെന്ന് റിയാലിറ്റി ലൈഫിൽ ഇന്നിപ്പോ ഡിജിറ്റൽ കാലഘട്ടം നമ്മെ തെളിയിച്ച് കാണിക്കുകയാണ്. കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അനാവശ്യ വർത്തമാനം പറയുന്നവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു പച്ചയായ മനുഷ്യൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് അത് സാഹചര്യത്തിനനുസരിച്ച് കൃത്യമായിട്ട് പിണറായി പ്രകടിപ്പിക്കാറുണ്ട്. അതിന് കാരണം ഒറ്റ ഉത്തരമേ ഉള്ളൂ. വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും കലർപ്പില്ലാത്ത സ്വഭാവമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ പ്രീതിക്കായി അഭിനയിക്കാറില്ല. തന്റെ സ്വഭാവം എന്താണോ, തന്റെ അനിഷ്ടങ്ങൾ എന്തൊക്കെയാണോ, അത് ഏത് വേദിയിലും അദ്ദേഹം പ്രകടിപ്പിക്കും. പക്ഷെ നേരെ മറിച്ച് കൃത്രിമ ടീംസ് ഉണ്ട്, ക്യാമറയ്ക്ക് മുന്നിൽ നോക്കി അഭിനയിക്കുന്നവർ. പക്ഷെ പിണറായി ശരിയുടെ കാര്യങ്ങളിൽ ശരിയായിട്ടും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ അനാവശ്യമെന്നും പറയുന്ന വ്യക്തിയാണ്. അല്ലാതെ ആവശ്യമില്ലാതെ ഒരു വ്യക്തിയോടും അദ്ദേഹം മോശമായി പെരുമാറിയ ഒരു സാഹചര്യവുമില്ല. അനാവശ്യമായിട്ടുള്ള പുകഴ്ത്തലുകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇതിനെ മാത്രമാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അതിനെ ഉയർത്തിക്കാട്ടി ഡീഗ്രേഡ് ചെയ്തവർ എന്തുകൊണ്ട് ഈ ദൃശ്യം കാണിക്കുന്നില്ല? വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കാട്ടാറുള്ള രണ്ട് സ്വഭാവവും ജനങ്ങളെ കാണിക്കുന്നതല്ലേ ജനാധിപത്യം? പക്ഷേ ഏകപക്ഷീയമായി ഒരു സംഭവം മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക, അത് ചർച്ചയാക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ജനങ്ങളുടെ ഇടയിൽ നെഗറ്റീവ് ഉണ്ടാവുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഒരു പോസിറ്റീവ് ചിന്താഗതി ഉണ്ടായാൽ പോയില്ലേ? ഇനി തെരഞ്ഞെടുപ്പിന് വലിയ സമയമുണ്ടോ? അതുകൊണ്ടാണ് ഈ ഒരു ദൃശ്യം പുറത്തു വരാതെ പോയത്. എന്തായാലും അത് തുറന്നു കാട്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് പിണറായി എന്നുള്ള കാര്യം? മാധ്യമ ചാപ്പകൾക്കപ്പുറം ദിവ്യായ അയ്യരെ പോലുള്ള IAS ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പൊ പറയുന്ന റിയൽ പിണറായി എന്താണെന്ന് ഈ ദൃശ്യം തുറന്നു കാട്ടുന്നുണ്ട്.